സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. 1997 ഓഗസ്റ്റ് 31 അമ്മ പറഞ്ഞു, മക്കളെ മുട്ടുകുത്തി കരുണയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മക്കളെ, നിങ്ങളാൽ കഴിയും വിധം പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്ത് കരുണയ്ക്കായിട്ട് യാചിക്കണം. എളിമയിലൂടെയും വിധേയത്വത്തിലൂടെയും മാത്രമേ കർത്താവിൻ്റെ പ്രഭാവം പ്രവർത്തിക്കൂ എന്ന് അമ്മ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. മക്കളെ, പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കരുണയ്ക്കായി പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്ത മനോഭാവത്തോടുകൂടെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. എളിമയോടെ വിധേയത്വത്തോടെ കർത്താവിൻ്റെ പ്രഭാവം, മഹത്വത്തിൻ്റെ സാന്നിധ്യം ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അമ്മ പറയുന്നത് അമ്മയുടെ ജനന തിരുനാളിന് 8 ദിവസത്തെ ഒരുക്കത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ പ്രത്യേകമായി ഉപവസിച്ചും നോമ്പെടുത്തൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കളാണല്ലോ നമ്മിൽ പലരും. അത് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട് അത് എന്തിനാണെന്ന്, അത് അത്ര നിർബന്ധമായ കാര്യമാണോ എന്ന്. അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മ മാതാവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേക്ക് ഒരുക്കമായിട്ട് മക്കൾ അങ്ങനെ ചെയ്യുന്നത് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം, നോമ്പെടുക്കണം. അത് നല്ലതാണ്. അമ്മ പറയാ, എൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും 8 ദിവസത്തെ അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുക. സ്നേഹത്തിൻ്റെ മഹാത്ഭുതം ഭൂമിയിലെ മക്കൾക്ക് അനുഭവിക്കാൻ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഇനിയും എത്രയോ ആയിരങ്ങളിൽ പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ ചെയ്യണ്ടേ? നമ്മൾ ഈ ത്യാഗങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് മാതാവിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയും ഈ ലോകത്തിലുള്ള ഓരോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അമ്മ അത് ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെയാ. ഞാൻ ഒരു നേരത്തെ ഉപവാസം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു ഭക്ഷണം ഉപേക്ഷിച്ചിട്ടോ ഒരു ചെറിയ ആഗ്രഹം മാറ്റി വെച്ചിട്ടോ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇതൊന്നുമില്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വിലയുണ്ട് അതിന്. ആ പ്രാർത്ഥനയെടുത്ത് എനിക്ക് വേണ്ടിയും ലോകം മുഴുവനിലുള്ള അനേക മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അമ്മ എടുത്ത് ഉപയോഗിക്കുക. ഇതാണ് മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന് കൊടുക്കാനുള്ളത്. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഒരു കുഞ്ഞു കാര്യം പ്രശംസിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുക, വിനയത്തോടായിരിക്കാൻ ആഗ്രഹിക്കുക, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഉപവാസത്തിൻ്റെ ഓരോ വേർഷൻസാണ്, ഓരോ തലങ്ങളാണ്. നമ്മൾക്ക് അങ്ങനെയൊക്കെ പരിശീലിക്കാം. അമ്മ പറയാം, ഞാൻ ആരാധനയുടെയും പരിഹാര പ്രവർത്തനങ്ങളുടെയും അമ്മയാകുന്നു. എൻ്റെ അമ്മേ, എന്തൊരു നല്ല അമ്മയാ അമ്മ മാതാവ്. ആരാധനയുടെ അമ്മ. അമ്മയുടെ ഉദരത്തിൽ വചനമായ ഈശോയെ രൂപപ്പെടുത്തിയ നിമിഷം മുതൽ അമ്മ ദൈവത്തെ ആരാധിച്ചു, യേശുവിനെ ആരാധിച്ചു. അതിനു മുൻപേ ത്രിയേക ദൈവത്തെ ആരാധിച്ച് ദേവാലയത്തിൽ വളർന്നവളാ അമ്മ. ആ കൊച്ചു ബാലിക, 17 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആ കൊച്ചു പെണ്ണിൻ്റെ ഉദരത്തിൽ, പെണ്ണെന്ന് വിളിക്കുന്നത് ബഹുമാനില്ലാത്ത അല്ലാട്ടോ, ലോകത്തിലായിരിക്കുമ്പോഴുള്ള ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചതാ. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടാവ് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല കേട്ടോ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ, കുഞ്ഞേ, ഞാൻ ജനിച്ച നിമിഷം മുതൽ ആരാധനയായി മാറിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ അങ്ങനെ വളർത്തി. എൻ്റെ മാതാപിതാക്കൾ എന്നെ ദേവാലയത്തിൽ സമർപ്പിച്ചു. അവിടെ ആയിരുന്നപ്പോൾ ലഭിച്ചിട്ടുള്ള ശിക്ഷണങ്ങളും മാതൃകകളും ധ്യാന നിമിഷങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള ഉൾക്കാഴ്ചകളും ദൈവത്തെ ആരാധിക്കുക എന്നതൊഴികെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ വലുതായിട്ടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ പറയുന്നേ, ഞാൻ ആരാധനയുടെയും പരിഹാര പ്രവർത്തനങ്ങളുടെയും അമ്മയാകുന്നു. ഞാൻ ആരാധനയും പരിഹാര പ്രവർത്തനവും ചെയ്യുന്നൊരു സ്ത്രീയാണെന്നല്ല അമ്മ പറഞ്ഞത്, അമ്മയാകുന്നു. അമ്മയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരുവളെ അമ്മയെന്ന് നമ്മൾ വിളിക്കും.
ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പലതര ശാരീരികവും മാനസികവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുക്കം നടത്തേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ഒരുവൾ അമ്മയാകുന്നത്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തുകൊണ്ടത് മാത്രം ആരും അമ്മയാകുന്നില്ല. സ്വന്തം കുഞ്ഞിനെ വെട്ടിക്കൊല്ലുന്ന അമ്മമാർ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഇടയിലൂടെ ജീവിക്കുന്നുണ്ട്. കാരണം എന്താ? ആരാധനയാകാത്ത അമ്മമാർ ലോകത്ത് വർദ്ധിച്ചിരിക്കുന്നു. ആരാധനയായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഒരു ആരാധന പാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയുള്ള ലോക ആരാധനയ്ക്കായി ഈ ജീവിതം മാറ്റപ്പെടുത്തുമ്പോൾ ദൈവാരാധനയാകുന്ന അമ്മമാര് ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കയ്യിൽ കഠാരയും കത്തിയുമായിട്ട് ജന്മം കൊടുത്ത കുഞ്ഞിന് നേരെ ചീറിപ്പാഞ്ഞെടുത്ത് കാമുകന്റെ കൂടെ ജീവിക്കാനായിട്ട് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ വെട്ടിക്കൊന്നിട്ട് ഒളിച്ചോടുന്ന അമ്മമാരുടെ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നേ. പാപം 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 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഭൂമി വിറകൊള്ളുന്നു, ഉഗ്രകോപത്താൽ ഭൂമി വിറകൊള്ളുന്നു എന്ന അമ്മയുടെ തുടർ സന്ദേശങ്ങളിലൊക്കെയുണ്ട്. എന്തേ ജന്മം കൊടുത്ത ജീവന്റെ സംരക്ഷകയാകേണ്ട അമ്മ, അപ്പൻ ഇന്ന് ജീവനെ കൊല്ലുകയാണ്. ആരാധനയാകുന്നില്ല ജീവിതം. ദൈവത്തെ ആരാധിക്കുന്ന ചിന്തകൾ, ദൈവത്തെ ആരാധിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തെ ആരാധിക്കുന്ന വിചാരങ്ങൾ, വികാരത്തിൽ പോലും ദൈവ വിചാരമുണ്ടെങ്കിൽ ആരാധനയായി തീരും മനുഷ്യന്റെ ജീവിതം. അതിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാണ്. ലോകത്തോട് മല്ലടിച്ച്, ശത്രുവിനോട് പോരാടി, പിശാചിനെ ജയിച്ച് സ്വർഗത്തിൽ ആനന്ദം കണ്ടെത്താനുള്ള ആത്മാവിനെ ഈ ശരീരത്തിൽ നിക്ഷേപിച്ച് തന്നിട്ട് ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുക നമ്മളെ ഓരോരുത്തരെയും. ജീവിക്കണം ആരാധനയായി, പ്രായശ്ചിത്തത്തിന്റെ അടയാളമായിട്ട്. ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദകൾക്കും അപമാനങ്ങൾക്കും എല്ലാ കാരണങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുന്ന മനുഷ്യനാകണം നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. മക്കളെ, തിരുസഭ അജപാലകനായ മാർപ്പാപ്പയ്ക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് ക്രിസ്തീയതയെ നയിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനീയനായി നിൽക്കുന്ന മാർപ്പാപ്പ, ആ മാർപ്പാപ്പയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മക്കളായ നമ്മൾ പ്രാർത്ഥിക്കണം. തിരുസഭ വളരെയേറെ താളം തെറ്റിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ 1997 ഓഗസ്റ്റ് 31 പറയാ, ഞാനത് വിശകലനം ചെയ്യാൻ ആളല്ല. താളം തെറ്റിയ അനുഭവങ്ങളിലൂടെ സഭ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് ഞാനും നിങ്ങളും മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ സഭയെക്കുറിച്ച് കുറ്റം പറയരുത്. സഭ നമ്മുടെ അമ്മയാണ്. ആ പിള്ളത്തൊട്ടിലിലേക്കാണ് നമ്മൾ പിറന്നു വീണത്. ആ പിള്ളത്തൊട്ടിലിൽ കല്ലുകളും മുള്ളുകളും താളപ്പിഴകളും സംഭവിക്കുമ്പോൾ അമ്മയെ തള്ളിപ്പറഞ്ഞ് വലിയവനോ വലിയവളോ ആകരുത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ മാതാവിൻ്റെ നൊമ്പരമാണത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹനത്തിൻ്റെ മണിക്കൂറിൽ യേശുവിനോടൊപ്പം ആയിരിക്കാൻ എന്നോടൊപ്പം തിരുസഭാ തനയർ ഒരുങ്ങുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക. 1997 സെപ്റ്റംബർ 8 അമ്മ പറഞ്ഞു, മക്കളെ, വചനം മാംസമാകുന്നതിനായി അനാദിയിലെ നിശ്ചയിച്ചുറപ്പിച്ചതനുസരിച്ച് ഒരു നിസ്സാര മനുഷ്യ വ്യക്തിയായി ഞാൻ ജനിച്ചതിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. എൻ്റെ ജനന സമയം. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവുമായി സ്നേഹത്തോടുകൂടെ ബന്ധപ്പെടുകയും സകല പാപങ്ങളിൽ നിന്നും മോചനം നൽകുകയും ചെയ്തു. ഇത് പറയുമ്പോൾ ആരും ചിന്തിക്കരുതേ മാതാവ് ഉത്ഭവപാപത്തിൽ ജനിച്ചവളാണോ എന്ന്. അല്ല. പരിശുദ്ധ അമ്മയുടെ ജനന സമയം, അതായത് ശിശു ഉദരത്തിൽ ഉരുവാകുന്ന സമയം തന്നെ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയുടെ ജനനം ഉത്ഭവപാപമില്ലാതെയാക്കിയെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അതൊരു രക്ഷാകര പ്രവർത്തനത്തിൻ്റെ തുടക്കം മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരൊറ്റ ദിവസം ഒരു സന്ധ്യയ്ക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നതിലൂടെയല്ല രക്ഷാകര സംഭവങ്ങളുടെ തുടക്കം നടക്കുന്നത്. അമ്മയുടെ ജനനം അതൊരു രക്ഷാകര പ്രവർത്തനത്തിൻ്റെ തുടക്കം മാത്രം. നൂറ്റാണ്ടുകളായി പ്രവചിക്കുകയും ജനം കാത്തിരിക്കുകയും ചെയ്ത വീണ്ടെടുപ്പ്
ചരിത്രത്തിലെ യഥാർത്ഥ സംഭവമായി മാറ്റുവാൻ ഒരുക്കുകയായിരുന്നു എന്നെ എന്നാണ് അമ്മ പറയുക. ലോകരക്ഷകനും നായകനുമായ യേശുവിന് ജന്മമേകുവാനാണ് ഞാൻ ജനിച്ചത്. അമ്മ ജനിച്ചത് എന്തിനാ? യേശുവിന് ജന്മമേകാനാണെന്ന് അമ്മ ഇപ്പോഴും പറയുന്നേ. ഞാനും നിങ്ങളും ജനിച്ചത് എന്തിനാ? യേശുവിന് മേകാനല്ലേ? യേശുവിൻ്റെ ജന്മങ്ങളല്ലേ നമ്മൾ? യേശുവിൻ്റെ ജീവനല്ലേ നമ്മളിൽ തുടിക്കുന്നേ? ആ യേശുവാകുന്ന വചനത്തിന് ജീവൻ കൊടുക്കുമ്പോഴല്ലേ നമ്മൾ യേശുവിന് ജന്മം കൊടുക്കുന്നത്? പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ഒരു ഉപാധിയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ തന്നെ സ്പിരിച്വൽ അബോർഷൻ നടത്താതെ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തിന് മാംസവും രക്തവും ചൂടോടെ നൽകി ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ, സഹിക്കുകയാണെങ്കിൽ അങ്ങനെ, സന്തോഷമാണെങ്കിൽ അങ്ങനെ, ഏത് വിധത്തിലാണെങ്കിലും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ദൈവത്തിന് ജന്മം കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി എന്ന ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അമ്മ പറയാ, ലോകരക്ഷകനും നായകനുമായ യേശുവിന് ജന്മമേകുവാനാണ് ഞാൻ ജനിച്ചത്. അതിനാണ് മക്കളെ നിങ്ങളും ജനിച്ചത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, ഇതെല്ലാം ചരിത്ര സംഭവങ്ങളായി നിലകൊള്ളേണ്ട കാര്യം മാത്രമല്ല, പാപത്തിന് തോൽവി സമ്മതിക്കേണ്ട കാലം ഇതാ എത്തിയിരിക്കുന്നു. ദുഷ്ടന്റെ പരാജയത്തിലൂടെ പരിപൂർണ നവീകരണം സ്വായത്തമാക്കാൻ എല്ലാ സൃഷ്ടികളും ഇനി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പാപത്തിനും വെറുപ്പിനും ഇരയായവർ എൻ്റെ മക്കളാണ്. അമ്മ ഇത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നോ, പൂർണ്ണ നവീകരണം സംഭവിക്കണമെങ്കിൽ എല്ലാ സൃഷ്ടികളും ഒരുങ്ങണം. എല്ലാ സൃഷ്ടികളും എന്ന് പറയുമ്പോൾ സസ്യലതാദികളും പക്ഷിമൃഗാദികളും വർണ്ണഭേദമന്യേ, ജാതി മത വർണ്ണഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരുങ്ങണം കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തിന്. അതിന് ദുഷ്ടന്റെ പരാജയം സംഭവിക്കണം. ആരാണ് ദുഷ്ടൻ? തിന്മ. എന്താണ് തിന്മ? പാപത്തിലൂടെ കടന്നു വരുന്ന അവസ്ഥയാണ് തിന്മ. തിന്മ ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നു. ഈ പാപത്തിന് പരിപൂർണമായൊരു പരാജയം സംഭവിക്കാനായിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. ആ യേശുവിൻ്റെ ജീവിത പാത പിന്തുടർന്ന് ആ വചനത്തെ, ദൈവത്തെ തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച് ശരീരം വിശുദ്ധീകരിച്ച് ആത്മാവ് പൂർണ്ണമാക്കി ദൈവിക നന്മയുടെ വഴിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ള ജീവത്യാഗ സഹന ജീവിതമാണ് ഇവിടെ പരിശുദ്ധ അമ്മ ഉദ്ദേശിക്കുന്നത്. അമ്മ പറയാണ്, പാപത്തിനും വെറുപ്പിനും ഇരയായ കുറേ മക്കളുണ്ട് ലോകത്തിൽ. അവരും എൻ്റെ മക്കൾ തന്നെയാ. അവരും തിരിച്ചു വരണമെന്ന അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.